യോവർ ഹൈ പ്രഷർ പമ്പിൻ്റെ പാർട്ട് 3ാമത്തെ വീഡിയോയാണ്. അപ്പോൾ വാർക്കയിൽ അടിക്കുന്ന വീഡിയോ ഒന്നുമില്ല, നമ്മൾ കാണിക്കുവാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പം വാർക്ക അടിച്ചേക്കുന്നതാണ്. ഈ ഇത് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും പൊട്ടലും കാര്യങ്ങളും എല്ലാം വന്നു. ഇതിൻ്റെ നല്ല ഹൈ പവറാണ്. അപ്പോൾ ഇതിന് പല മോഡുണ്ട്. നമുക്ക് ചെറിയൊരു പൈസയ്ക്ക് ഞാൻ വാങ്ങിച്ചപ്പോൾ 4000 രൂപ. അത് EMI ആണ്. വാടകയ്ക്ക് എടുത്താൽ 500 നല്ല രീതിയിൽ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ച് സമയമെടുക്കും. ഞാൻ അവിടെ വൈറ്റ് സിമൻറ്റ് അടിച്ചിട്ട് ഇവിടെ ഒരു സ്ഥലത്ത് പെയിൻ്റ് അടിച്ച് ഞാൻ കാണിച്ചു തരാം. അത്ര ഏരിയ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോ ജസ്റ്റ് കാണിച്ചായിരുന്നു. വാഷ് ചെയ്യുന്നത് പെയിൻ്റ് അടിച്ചത് കാണിച്ചിട്ടില്ല. പെയിൻറ്റ് ഞാൻ വൈറ്റ് സിമൻറ്റ് കാണിച്ചായിരുന്നു. കണ്ട ഈ ഇത്രയും നമ്മൾ വൈറ്റ് സിമൻറ്റ് ചെയ്തേക്കുന്നത്. കാരണം അടിപൊളിയായിട്ട് സാധനം നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ, സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആരും നമ്മൾ ഇങ്ങനെയുള്ള ഹൈ പ്രഷർ വാഷേഴ്സ് മേടിക്കുമ്പം വീഡിയോ ഒക്കെ നോക്കുമോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുണ്ട് ഇവിടെ. ഈ ഭിത്തിയെല്ലാം ചെയ്യാനുള്ളതാണ്. അത് പാർട്ട് ബൈ പാർട്ടായിട്ട് ചെയ്യുന്നത്. ഇതെല്ലാം ഫുള്ള് ചെയ്യാനുള്ളതാണ്. ലാസ്റ്റത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. ലാസ്റ്റത്തെ വീഡിയോ അല്ല, ഇനി ഞാൻ പാർട്ടായിട്ട് എടുക്കാം. ഇതിൻ്റെ ഇപ്പം നമ്മൾ കൊടുത്തേക്കുന്ന കണക്ഷൻ ടാങ്കിലോട്ടാണ്. അതായത് ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു സാധനം കിട്ടും കണ്ടോ. ഇതിൻ്റെ കണക്ഷൻ നേരെ പോയേക്കും നമ്മുടെ വാട്ടർ ടാങ്കിലോട്ടാണ്. പിന്നെ ഇലക്ട്രിക് കണക്ഷൻ താഴെ നിന്ന് പോകുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇലക്ട്രിക് കണക്ഷൻ എപ്പോഴും സെപ്പറേറ്റ് കൊടുക്കുക. അങ്ങ് ദൂരെ വേറെ എവിടെയും കൊടുക്കുക. കാരണം വെള്ളത്തിൽ കൂടെ കറണ്ട് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഹോസിൽ ഈ ഹോസിന് 8 മീറ്റർ നീളമുണ്ട്. ആവശ്യം പോലെ ഇതിന് നീളമുണ്ട് കേട്ടോ. അപ്പം ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ വൈറ്റ് സിമൻറ്റ് ആണ് പൂശുന്നതിൻ്റെ മുകളിൽ. വൈറ്റ് സിമൻറ്റ് മറ്റേ എന്നാ പറയുന്നത്, പശ മിക്സ് ചെയ്തിട്ടാണ് അടിക്കുന്നത് ഇവിടെ. അപ്പോൾ ഓക്കെ.